നമുക്കൊരു ചോദ്യം ചോദിക്കാം. ഒരു ഇന്ത്യൻ ഫാമിലിയിൽ അവർക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു കാർ ബ്രാൻഡ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് കേൾക്കാൻ പറ്റുന്ന ഉത്തരങ്ങൾ BMW, മെഴ്സിഡീസ് ബെൻസ്, ഓഡി, വോക്സ്വാഗൺ, ടൊയോട്ട, ഹോണ്ട, സുസുക്കി ഇങ്ങനെയുള്ള ബ്രാൻഡുകളാണ്. അപ്പോൾ ഈ ബ്രാൻഡുകളുടെ കാര്യം നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കും രണ്ട് രാജ്യങ്ങളിൽ നിന്നാണ് ഇതൊക്കെ തന്നെ വരുന്നത്. ജർമ്മനിയോ അല്ലെങ്കിൽ ജപ്പാനോ. ജർമ്മനിയുടെയും ജപ്പാൻ്റെയും ഈ ഒരു മേഖലയിലെ മുൻതൂക്കത്തിൻ്റെ കാരണം സേഫ്റ്റി, റിലയബിലിറ്റി, സസ്റ്റൈനബിലിറ്റി എന്നീ കാര്യങ്ങൾ, അതുപോലെ തന്നെ ഡിസൈൻ, ഇന്നോവേഷൻ, ഇതൊരു $1 ട്രില്യൺ എക്കോണമിയാണ്. ഇതിൻ്റെ ഒരു ഭാഗമാകാൻ ഇന്ത്യയിൽ നിന്നുള്ള വിദ്യാർത്ഥികൾക്ക് സാധിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും സാധിക്കും. അത് എങ്ങനെയാണെന്നുള്ളതിൻ്റെ ഉത്തരമാണ് ഞാൻ പറയാൻ പോകുന്നത്. ജർമ്മനിയിലും ജപ്പാനിലുമുള്ള യൂണിവേഴ്സിറ്റികളിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട നിരവധി കോഴ്സുകളാണ് അവിടെ ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഇങ്ങനെയുള്ള കോഴ്സുകൾ പഠിച്ചിറങ്ങുന്ന വിദ്യാർത്ഥികളും മറ്റുമാണ് ഞാൻ നേരത്തെ പറഞ്ഞ കമ്പനികൾ അവരുടെ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റിലും മാനുഫാക്ചറിങ്ങിലും ഡിസൈനിലും മറ്റും നിരവധി കരിയർ ഓപ്പർച്യൂണിറ്റീസ് അവരുടെ മുൻപിൽ തുറന്നു കിട്ടുന്നത്. നമുക്കറിയാം BMW, മെഴ്സിഡീസ് ബെൻസ്, പോർഷെ, വോക്സ്വാഗൺ, ഓഡി ഇതൊക്കെ തന്നെ ലോകത്തിലെ ഏറ്റവും മികച്ച കാർ ബ്രാൻഡ്സുകളാണ്. ഇവരുടെയൊക്കെ തന്നെ ബേസ് എന്ന് പറയുന്നത് ജർമ്മനിയാണ്. മാത്രമല്ല ഈ ഇൻഡസ്ട്രിയിലെ ഏറ്റവും റവല്യൂഷണറി ആയിട്ടുള്ള ഡെവലപ്മെൻറ്റ്സും റിസർച്ചും ഇന്നോവേഷൻസും ഒക്കെ നടക്കുന്നതും ഈ ബ്രാൻഡുകളുടെ ഒക്കെ തന്നെ മിക്കവാറും എല്ലാ മാനുഫാക്ചറിങ് പ്ലാന്റ്സും ഇപ്പോഴും ജർമ്മനിയിൽ തന്നെയാണ് ബേസ് ചെയ്തിരിക്കുന്നത്. ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയിൽ ഒരു കരിയർ ഡെവലപ്പ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്ന ഒരു ഇന്ത്യൻ വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ജർമ്മനിയിലുള്ള പബ്ലിക് യൂണിവേഴ്സിറ്റിയിൽ പോയി പഠിക്കാൻ അവർക്ക് സാധിക്കും. മാത്രമല്ല അഫോർഡബിലിറ്റിയാണ് അവിടെ എടുത്തു പറയേണ്ട കാര്യം. കാരണം ജർമ്മനിയിലെ പബ്ലിക് യൂണിവേഴ്സിറ്റികളിൽ ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിനെ സംബന്ധിച്ചിടത്തോളം ട്യൂഷൻ ഫീസ് ഇല്ലാതെ പഠിക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഈ അഫോർഡബിലിറ്റിയുടെ എടുത്തു പറയേണ്ട കാരണം. ജർമ്മനി വലിയ തോതിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റാണ് ഇപ്പോൾ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റിനും ഡിസൈൻസിനും വേണ്ടി ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. യൂറോപ്പിലെ ഏറ്റവും വലിയ തൊഴിൽ മേഖലയാണ് ജർമ്മനിയിലെ ഓട്ടോ ഇൻഡസ്ട്രി. മെക്കാനിക്കൽ, ഡിസൈൻ, ഇലക്ട്രിക്കൽ, റോബോട്ടിക്സ് ഈ മേഖലകളിൽ വൻ അവസരങ്ങളാണ് വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വരാനായിട്ട് പോകുന്നത്. ഇന്ത്യൻ വിദ്യാർത്ഥികൾക്കാണ് ഇതിൻ്റെ പ്രയോജനം ഏറ്റവും കൂടുതൽ നേടിയെടുക്കാനായിട്ട് സാധിക്കുന്നത്. അതുപോലെ തന്നെ ജപ്പാൻ്റെ കാര്യം പറയുമ്പോൾ ഗ്രീൻ ട്രാൻസ്പോർട്ടേഷനിലെ ട്രൂ ലീഡേഴ്സാണ് ഇന്ന് ലോകത്ത് ജപ്പാൻ. പ്രത്യേകിച്ചും അവരുടെ ടോപ്പ് നോച്ച് ബ്രാൻഡുകളായിട്ടുള്ള ടൊയോട്ട, ഹോണ്ട, നിസാൻ, സുസുക്കി പോലുള്ള കമ്പനികളെക്കുറിച്ച് നമുക്കറിയാം. ഏറ്റവും ഇന്നോവേറ്റീവായിട്ടുള്ള ഏറ്റവും അഡ്വാൻസ്ഡ് ടെക്നോളജി എപ്പോഴും കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്ന ലോകത്തിന് നൽകുന്ന ബ്രാൻഡുകളാണ് ജപ്പാനിലെ ഈ പറഞ്ഞ കമ്പനികൾ. സ്റ്റുഡൻസിനെ സംബന്ധിച്ചിടത്തോളം അഫോർഡബിൾ ആയിട്ടുള്ളൊരു ട്യൂഷൻ ഫീസും വളരെ ബ്രൈറ്റായിട്ടുള്ള ഒരു ഹയർ എഡ്യൂക്കേഷൻ ഓപ്പർച്യൂണിറ്റീസുമാണ് ഇവിടെ നിന്ന് കിട്ടുന്നത്. പ്ലസ് സ്കോളർഷിപ്പ് ഓപ്ഷൻസും വൈഡ് റേഞ്ച് ഓഫ് കോഴ്സ് ഓപ്ഷൻസും അവർക്ക് ജപ്പാനിൽ നിന്നും കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ വളരെ സേഫായിട്ടുള്ള ഒരു രാജ്യം, വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ, ഹൈ ക്വാളിറ്റി ലൈഫ് സ്റ്റാൻഡേർഡ്സ്, ഇതൊക്കെ ജപ്പാനെ സംബന്ധിച്ചിടത്തോളം സ്റ്റുഡൻസിന് വളരെയധികം പ്രയോജനപ്പെടുന്ന ഏരിയാസാണ്. എഫിഷ്യൻസി, സേഫ്റ്റി, കട്ടിംഗ് എഡ്ജ് ടെക്നോളജി ഇവയുപയോഗിച്ചുള്ള കാർ മാനുഫാക്ചറിങ്ങിൻ്റെ ലോകത്തിലെ കേന്ദ്രമായി ജപ്പാൻ മാറിക്കൊണ്ടിരിക്കുകയാണ്. ജർമ്മനിയും ജപ്പാനും നിർമ്മാണ രാജ്യങ്ങൾ മാത്രമല്ല, ലോകോത്തര തലത്തിൽ സേഫ്റ്റി, റിലയബിലിറ്റി, ഡ്യൂറബിലിറ്റി, ഡിസൈൻ ഇവയുടെ നിലവാരം നിശ്ചയിക്കുന്ന രാജ്യങ്ങൾ കൂടിയാണ്. ആഗോള നിലവാരമുള്ള ലബോറട്ടറികളിലും പഠിക്കുന്നതിനും ഇൻറ്റേൺഷിപ്പ് ചെയ്യുന്നതിനുള്ള അവസരമാണ് നമ്മുടെ കുട്ടികൾക്ക് ഇതിലൂടെ ലഭിക്കുന്നത്. ജർമ്മനിയിൽ നിന്നും ജപ്പാനിൽ നിന്നും നേടുന്ന ഡിഗ്രികൾ ലോകം മുഴുവനും അംഗീകരിക്കപ്പെടും. ഇന്ത്യയിലെ വിദ്യാർത്ഥികൾക്ക് ജർമ്മനിയും ജപ്പാൻ എന്ന് പറയുന്നത് പ്രത്യേകിച്ചും മലയാളികൾക്ക് ഒരു സ്വപ്നമല്ല, മറിച്ച് വലിയൊരു സാധ്യതയാണ് അവരുടെ മുൻപിൽ തുറന്നു കിട്ടുന്നത്.